ക്ലാസ്സിൽ എക്സസൈസ് 11.1 ഫോർത്ത് ക്വസ്റ്റ്യനും ഫിഫ്ത്ത് ക്വസ്റ്റ്യനും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എ മെഷീൻ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഫാക്ടറി ഫിൽസ് 840 ബോട്ടിൽസ് ഇൻ 6 hours. ഹൗ മെനി ബോട്ടിൽസ് വിൽ ഇറ്റ് ഫിൽ ഇൻ 5 hours? അതായത് 6 hours 840 ബോട്ടിൽസ് സോഫ്റ്റ് ഡ്രിങ്ക് ഒരു ഫാക്ടറി ഫില്ല് ചെയ്യുന്നു അല്ലേ. 6 hour കൊണ്ട് 840 ബോട്ടിൽസാണ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 5 hours കൊണ്ട് എത്ര ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ല് ചെയ്യും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ടേബിൾ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ബോട്ടിൽസ്, ഹവേഴ്സ്. ഇനി എത്ര ബോട്ടിലാണ്? 840 ബോട്ടിൽസ് ഇൻ 6 hour. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് 840 എന്ന് എഴുതാം. 840 എത്ര അവേഴ്സ് കൊണ്ടാണ്? 6 hours. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ബോട്ടിൽസ് വിൽ ഇൻ 5 hours. 5 hours-നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവേഴ്സിന് അവിടെ 5 എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ 6 hour കൊണ്ട് എത്ര ഫില്ല് ചെയ്തു? 840 ബോട്ടിൽസ്. ഇനി 5 hour കൊണ്ട്, അതായത് 6-ൽ നിന്ന് 5 കുറയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ടൈം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? നമ്പർ ഓഫ് ബോട്ടിൽസിൻ്റെ എണ്ണവും കുറയും അല്ലേ. ടൈം കുറയുമ്പോൾ നിറയ്ക്കേണ്ട ബോട്ടിൽസിൻ്റെ എണ്ണവും കുറയും. അപ്പോൾ നമുക്ക് പറയാം ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റിലേഷനാണ് എടുക്കേണ്ടത്? x1 by y1 is equal to x2 by y2 അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോസ് എല്ലാം സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ബോട്ടിൽസിനെ ഫസ്റ്റത്തിന് x1 ആയിട്ടും താഴെ അവേഴ്സ് y1 ആയിട്ട് അസ്യൂം ചെയ്യാം. അതുപോലെ ഇതെന്ത്? x2 താഴെ നമുക്ക് y2. നമുക്കിനി ചെയ്യേണ്ട റിലേഷൻ എന്താ? ഈ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് x1 by y1 is equal to x2 by y2. അപ്പോൾ x1 by y1 എന്ന് പറയുമ്പോൾ 840 ഡിവൈഡഡ് ബൈ y1 6 ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അല്ലേ, x2 എന്താണെന്ന് നമുക്കറിയില്ല വാല്യൂ. അപ്പോൾ അതുകൊണ്ട് x2 എന്ന് തന്നെ എഴുതുക. y2 എത്രയാണ്? 5. അപ്പോൾ 840 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു x2 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 840 ഇൻറ്റു 5 അല്ലേ. 5 ഇൻറ്റു 840 ഇസ് ഈക്വൽ ടു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 6ഉം x2. അപ്പോൾ x2 ഇൻറ്റു 6. ഇനി ഇതിൽ നിന്നും x2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? x2 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 840. ഇത് വരും. x2 ഇവിടെ തന്നെ നിർത്തി അല്ലേ, x2 നിർത്തി. എന്നിട്ട് 5 ഇൻറ്റു ഇപ്പുറത്ത് എന്താ? 5 ഇൻറ്റു 840. ഇനി ഈ 6നെ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഡിവിഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്തായി മാറും? സോറി, ഇവിടെ ഡിവിഷൻ അല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ. അപ്പോൾ ഡിവൈഡ് ബൈ 6. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 840 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇനി 6ഉം 840 നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 വരും. ഇവിടെ എത്ര വരും? 4. 4 2s are 8, 2 2s are 4, 0. ഇനി 420 ഡിവൈഡ് ബൈ 3. ഇനി ഇതും ക്യാൻസൽ ആയി പോകും. 3ൽ 420 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3ൽ 4 1 ടൈംസ്, ബാലൻസ് 1. അപ്പോൾ ഇവിടെ 12, 12 3 4 ടൈംസ്, 4 3s are 12. ഇനി ബാലൻസ് 0. അപ്പോൾ എന്ത് കിട്ടി? x2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 140. 5 ഇൻറ്റു 140 എന്ന് പറയുമ്പോൾ എത്രയാണ്? 700. അപ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ 700 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ പറയാം നമ്പർ ഓഫ് ബോട്ടിൽസ്, അതെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 700. Therefore 700 bottles will be filled. ഓക്കെ, ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബാക്ടീരിയ enlarged 50,000 times at a length of 5 cm as shown in the diagram. What is the actual length of the bacteria? If the photograph is enlarged
20,000 times only, what would be its enlarged length? അപ്പോൾ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബാക്ടീരിയ അല്ലേ, ഒരു ബാക്ടീരിയയുടെ ഫോട്ടോഗ്രാഫ് എടുത്ത് തന്നിട്ടുണ്ട്. അത് 50,000 ടൈംസ് എൻലാർജ് ചെയ്യുമ്പോൾ, വലുതാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ്. 50,000 ടൈംസ് എൻലാർജ് ചെയ്യുമ്പോഴാണ് 5 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്ടീരിയയുടെ ഫോട്ടോന് ആക്ച്വൽ എത്ര ലെങ്ത് ഉണ്ട്? ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ. ഇനി അതുപോലെ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ഇഫ് ദ ഫോട്ടോഗ്രാഫ് ഈസ് എൻലാർജ്ഡ് 20,000 ടൈംസ് ഓൺലി. ഇത് ഇപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് 50,000 അല്ലേ, രണ്ടാമത് 20,000 ടൈംസ് ആണ് എൻലാർജ് ചെയ്യണമെങ്കിൽ വാട്ട് വുഡ് ബി ഇറ്റ്സ് എൻലാർജ്ഡ് ലെങ്ത്? അതിൻ്റെ അപ്പോഴത്തെ ആ ബാക്ടീരിയയുടെ ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്ടീരിയയുടെ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കാം. അതല്ലേ ഫസ്റ്റ് ചോദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വാട്ട് ഇസ് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ബാക്ടീരിയ. ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പറഞ്ഞത് 50,000 ടൈംസ് എൻലാർജ് ചെയ്യുമ്പോൾ ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 5 ഡിവൈഡ് ബൈ 50,000 ചെയ്യാം. ഇനി ഇത് ക്യാൻസലായി പോകുമല്ലോ, ഈ 5ഉം ഈ 5ഉം അല്ലേ. 1 5s are 5. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1/10,000. ഈ 5 ക്യാൻസലായി പോയല്ലോ. അപ്പോൾ 1/10,000. ഇനി ഈ 1/10,000 എന്നുള്ള നമുക്ക് 10th പവറിലേക്ക് മാറ്റാം. അപ്പോൾ 1/10 റൈസ് ടു എത്ര വരും? എത്ര 0 ഉണ്ട് ഇതിന്? 1 2 3 4. അപ്പോൾ 10 റൈസ് ടു 4 എന്നായി. അപ്പോൾ 1/10 റൈസ് ടു 4 എന്ന് കിട്ടി. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എക്സ്പോണന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂളാണ്. 1/a⁻m. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a⁻m അല്ലേ. നമുക്ക് റെസിപ്രോക്കൽ ഉണ്ട് കഴിയുമ്പോൾ അത് നെഗറ്റീവായി മാറി. അപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/10⁴ എന്നാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ഈ 10⁴ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഈ 1/a⁻m എന്നുള്ളതാണ് ഈ 1/10⁴ എന്നുള്ളതിൽ കിടക്കുന്നത് അതേ ഫോർമാറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലോട്ട് മാറ്റാം? a⁻⁻1. ദാറ്റ് മീൻസ് 10⁻⁻4 എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/10⁴ എന്നുള്ള റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഈ 10⁻⁴ മുകളിൽ വരും അല്ലേ, ന്യൂമറേറ്ററായിട്ട് വരും. അപ്പോൾ 10⁻⁻4 എന്ന് വന്നു. അപ്പോൾ 10⁻⁻4 ഇതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരുന്നു? സെൻറ്റിമീറ്റർ. സോ നമുക്ക് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇപ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ബാക്ടീരിയ എത്ര കിട്ടി? 10⁻⁻4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി 20,000 ടൈംസ് എൻലാർജ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ടേബിൾ വരയ്ക്കാം, എന്നിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടേബിൾ വരച്ച് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടൈംസ് എൻലാർജ്ഡ് ആദ്യം എത്രയായിരുന്നു? 50,000. അപ്പോൾ 50,000 എൻലാർജ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? 20,000. അപ്പോൾ 20,000 എൻലാർജ് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലായി. നമ്പർ ഓഫ് ടൈംസ് എൻലാർജ്ഡ് 50,000 ആയിരുന്നു, അപ്പോൾ 5 ആയി. അപ്പോൾ അതിൻ്റെ എൻലാർജ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ 20,000 ആകുമ്പോഴത്തേക്കും എന്തായാലും ലെങ്ത് ഓഫ് ബാക്ടീരിയ എന്തായിരിക്കും? അതിൻ്റെ ലെങ്ത്ത് ചെറുതാവും അല്ലേ, ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിത് മനസ്സിലായി. എന്താണ് ഇത്? ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്തായിരിക്കും? x1/y1 ഈസ് ഈക്വൽ ടു x2/y2 എന്നുള്ളതായിരിക്കും. അതായത് ഈസ് ഈക്വൽ ടു k എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ നമ്മുടെ റേഷ്യോ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ x1/y1 ഈക്വൽ ടു x2/y2 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ x1 ആയിട്ടും ഇതിനെന്തായിട്ട് എടുക്കാം? y1. ഈ വാല്യൂ x2, താഴെയുള്ളത് y2. അപ്പോൾ x1/y1 ഈസ് ഈക്വൽ ടു x2/y2. x1 എന്ന് പറയുമ്പോൾ 50,000 ഡിവൈഡ് ബൈ y1 എത്രയാണ്? 5 ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുമ്പോൾ
20,000. 20,000 ഡിവൈഡ് ബൈ y2 നമുക്കറിയില്ല, അപ്പോൾ y2 തന്നെ എഴുതുക. ഇനി നമുക്കിങ്ങനെ y2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y2 ഇൻറ്റു 50,000 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20,000 അല്ലേ. ഇനി ഈ y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y2 നിർത്തിയിട്ട് നമുക്ക് 5 ഇൻറ്റു 20,000 ഡിവൈഡഡ് ഈ 50,000 നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം അല്ലേ, എന്നാലും നമുക്ക് y2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഡിവൈഡ് ബൈ 50,000. ഇനി ഇവിടെ 4 zeros ഉണ്ട്, ഇവിടെയും 4 zeros ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, രണ്ടും ക്യാൻസലായി അല്ലേ, 1 കിട്ടി. ഇനി നമുക്ക് ബാലൻസ് എന്താണല്ലോ, 2 മാത്രം അല്ലേ. ഇവിടെ 2 ഉണ്ട്, അപ്പോൾ y2 എന്ത് കിട്ടി, y2 ഈസ് ഈക്വൽ ടു 2. എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ y2 നമുക്ക് 2 ആയിട്ട് കിട്ടി. y2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ലെങ്ത്ത്. അപ്പോൾ therefore length of the bacteria in 20,000 times is equal to 2 centimeter. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.